ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് എക്സാം എങ്ങനെയാണെന്ന് നോക്കാം. ഡേ 1, ഡേ 2 2 ദിവസത്തെ എക്സാം സ്പെഷ്യൽ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ ഡേ 3യിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ കൂട്ടുകാരുടെ പേരും ക്ലാസ്സും ഒക്കെ എഴുതുക. ഇവിടെ തന്നെ ഏത് സ്റ്റാൻഡേർഡ് ആണെന്നും എത്ര മാർക്കാണ് കൂട്ടുകാർ സ്കോർ ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വർക്ക്ഷീറ്റ് 11 വിത്ത് പാക്കറ്റുകൾ. ബാക്കിയായ വിത്ത് പാക്കറ്റുകൾ കണ്ടെത്തൂ. നോക്കിയേ കൂട്ടുകാരെ, മത്തൻ ആകെ 16 പാക്കറ്റുകൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കുമായി 8 പാക്കറ്റ് കൊടുത്തു. ഇനി എത്ര എണ്ണമാണ് മത്തൻ്റെ വിത്തുകൾ ബാക്കി ഉണ്ടാവുക? എങ്ങനെ കണ്ടുപിടിക്കും? 16ൽ നിന്ന് 8 കുറച്ച് നോക്കാമല്ലേ. എഴുതിക്കോളൂ. 8 മത്തൻ്റെ പാക്കറ്റുകളാണ് ഇനി ബാക്കിയായി ഉള്ളത്. അടുത്ത് നോക്കിയേ, വെള്ളരി ആകെ 9 പാക്കറ്റുകളുണ്ട്. കുട്ടികൾക്ക് 4 പാക്കറ്റ് കൊടുത്തു. ബാക്കി എത്രയുണ്ടാകും? അതെ, 5 പാക്കറ്റുകളാണ് വെള്ളരി വിത്തുകൾ ബാക്കി ഉണ്ടാവുക. കുമ്പളം ആകെ പാക്കറ്റുകൾ 12 എണ്ണമാണ്. കുട്ടികൾക്ക് 7 എണ്ണം കൊടുത്തു. ബാക്കി എത്രയുണ്ടാകും? എങ്ങനെ കണ്ടെത്തും? 12 - 7 = 5 പാക്കറ്റാണ് കുമ്പളത്തിൻ്റെ വിത്തുകൾ ഉള്ളത്. വെണ്ട ആകെ പാക്കറ്റ് 20 എണ്ണമാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് 4 പാക്കറ്റ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എത്ര എണ്ണം ഉണ്ടാകും? കുറച്ച് നോക്കൂ. 20 - 4 = 16 പാക്കറ്റുകൾ ബാക്കിയുണ്ട്. കൂട്ടുകാരെ, ഏത് വിത്ത് പാക്കറ്റുകളാണ് ഏറ്റവും കൂടുതൽ ബാക്കിയായത്? അതെ, വെണ്ടയാണല്ലേ. വർക്ക്ഷീറ്റ് 12 കമ്പുകളുടെ നീളം. കമ്പുകളുടെ നീളം കണ്ടെത്തൂ. ഇവിടെ കണ്ട കൂട്ടുകാരെ, 1, 2, 3, 4, 5 5 കമ്പുകൾ കൊടുത്തിട്ടുണ്ട്. മുളക്കമ്പുകളാണല്ലേ. അതെ. അപ്പോൾ ഇവയുടെ നീളം നമുക്ക് കണ്ടെത്താം. നോക്കൂ കൂട്ടുകാർ, ഏറ്റവും നീളം കൂടിയ കമ്പ് ഊഹിച്ചത് ഏതാണ്? 1. അളന്നപ്പോഴും 1 തന്നെയാണല്ലേ ഏറ്റവും നീളം കൂടിയ കമ്പ്. അതെ. ഇനി ഏറ്റവും നീളം കുറഞ്ഞ കമ്പോ? അതെ, 3ാമത്തേതാണല്ലേ. അളന്നപ്പോഴോ? 3 തന്നെയാണ്. ശരി ഉത്തരം. തുല്യ നീളമുള്ള കമ്പുകൾ ഏതൊക്കെ? കൂട്ടുകാരിവിടെ കണ്ടില്ലേ? അതിൽ തുല്യ നീളമുള്ള കമ്പുകൾ ഏതൊക്കെയായിരുന്നു? അതെ, 2ഉം 4ഉം തുല്യ നീളമുള്ള കമ്പുകളായിരുന്നു. വർക്ക്ഷീറ്റ് 13 പൊതുസ്ഥാപനങ്ങൾ. ശരിയായവ തമ്മിൽ വരച്ചു യോജിപ്പിക്കൂ. ഇവിടെ ഒന്നാമത്തെ വശത്ത് റേഷൻ കട, പോസ്റ്റ് ഓഫീസ്, ആശുപത്രി, വായനശാല, സ്കൂൾ ഇങ്ങനെ 5 സ്ഥാപനങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ നമുക്ക് കിട്ടുന്ന സർവീസുകൾ, നമുക്ക് അവർ നൽകുന്ന സേവനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് ആളുകളെല്ലാം വരുന്ന ബുക്കുകൾ വായിക്കുകയാണ്. രണ്ടാമത്തേതോ അരി അളന്നു കൊടുക്കുകയാണ്. 3ാമത്തേൽ ഒരു പോസ്റ്റ്മാനെ കാണാം. 4ാമത്തേത് ഒരു ടീച്ചറെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം. 5ാമത്തേൽ ഡോക്ടർ രോഗിയെ ശുശ്രൂഷിക്കുന്നത് കാണാം. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ലഭ്യമാകുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ വരച്ചു ചേർത്തോളൂ. റേഷൻ കടയിൽ നിന്ന് നമുക്ക് അരിയും മറ്റ് പലചരക്ക് സാധനങ്ങളും ലഭിക്കുമല്ലേ. വരച്ചു ചേർത്തോളൂ. 2 പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിലെ മെയിൻ ആളാരാണ്? പോസ്റ്റ്മാൻ ആണല്ലേ. അതെ. ആശുപത്രി. ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നത് എവിടെ നിന്നാണ് കൂട്ടുകാരെ? അതെ, ആശുപത്രിയിൽ നിന്നാണ്. വായനശാല, ബുക്കുകൾ വായിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം. സ്കൂൾ, നമ്മുടെ പാഠ്യശാല. ഇനി വർക്ക്ഷീറ്റ് 14 മനുവിൻ്റെ സ്കൂൾ. മനുവിൻ്റെ സ്കൂളിൻ്റെ വിശേഷങ്ങൾ എഴുതൂ.
ഇവിടെ നോക്കിയ കൂട്ടുകാരെ, നല്ല മനോഹരമായ ഒരു സ്കൂളാണല്ലേ. അവിടെ കളിക്കളമുണ്ട്, വലിയൊരു ഗാർഡനുണ്ട്, പിന്നെ പച്ചക്കറി തോട്ടമുണ്ട്, ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ടല്ലേ. അതുപോലെ മഹാത്മാരുടെയും നമ്മുടെ ഇന്ത്യയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ മതിലിൽ വരച്ചിട്ടുമുണ്ട്. എഴുതിക്കോളൂ. വലിയ മനോഹരമായ സ്കൂളാണ്. മനോഹരമായ പൂന്തോട്ടം, മതിലിൽ ഭംഗിയുള്ള ചിത്രങ്ങൾ, വിശാലമായ മൈതാനം, പലതരത്തിലുള്ള പച്ചക്കറികൾ, പൂക്കൾ, ഇവയെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാം. ഇനി നോക്കിയേ വർക്ക്ഷീറ്റ് 15 സംഖ്യാ കാർഡുകൾ. സംഖ്യാ കാർഡിലെ സംഖ്യകൾ നോക്കി താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. സംഖ്യാ കാർഡിലെ സംഖ്യകൾ ഏതൊക്കെയാണ്? വായിച്ചോളൂ കൂട്ടുകാരെ. 5, 11, 8, 26, 29, 34, 21, 38, 17, 25, 18, 31, 16, 35. ചോദ്യങ്ങൾ വായിക്കാം. 30-നും 40-നും ഇടയിലുള്ള സംഖ്യാ കാർഡുകൾ ഏതൊക്കെ? എഴുതിക്കോളൂ. 31, 34, 35, 38. ഇനി 20-നും 30-നും ഇടയിലുള്ള സംഖ്യാ കാർഡുകൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിക്കോളൂ. എഴുതാം. 21, 25, 26, 29. ഇനി മൂന്നാമത്തെ ചോദ്യം. സംഖ്യാ കാർഡുകളിൽ നിന്ന് 2 ഒറ്റ സംഖ്യകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിക്കോളൂ. 11, 21. കൂട്ടുകാരെ, നമ്മൾ മൂന്നാമത്തെ ദിവസത്തെ എക്സാമും നോക്കിക്കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള 5 ചോദ്യങ്ങളല്ലേ ഉണ്ടായിരുന്നത്. കൂട്ടുകാരെല്ലാത്തിനും ഉത്തരം എഴുതണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ പാഠപുസ്തകങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓരോ ചോദ്യങ്ങളും നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ ആൻസർ എഴുതുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഉടനെ തന്നെ ഒരുമിച്ച് കാണാം. താങ്ക്